ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ. ഞാൻ എന്നും വരുമ്പോൾ ജോയൽ എൻ്റെ ബാഗ് പരിശോധിക്കും കേട്ടോ. എന്തെങ്കിലും ഒന്ന് ഞാൻ കൊണ്ടുവരാറുണ്ട്. ഒന്നെങ്കിൽ ചിലപ്പോൾ മിഠായി ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും സ്നാക്സൊക്കെ കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ടാണ് പുള്ളി ഇങ്ങനെ വന്നിട്ട് ബാഗ് മൊത്തം സെർച്ച് ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ വന്നപ്പോൾ അവിടെ കളിക്കുമായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഓടി വന്നിരിക്കുന്നത്. കിട്ടിയാ എന്നാ കണ്ടോ, അത് കിട്ടിയതിൽ ഒരു സന്തോഷമാണ് കാണുന്നത്. പാത്രം എടുത്തോളൂ, എല്ലാവർക്കും തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഉള്ളിവടയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഉള്ളിവടയോ സവാള വട, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറയും കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടൊരു ചട്നി കൂടെ തന്നിട്ടുണ്ട്, ചില്ലി. അതാണ് കേട്ടോ. അത് ഒത്തിരി എരിവൊന്നുമില്ല, നല്ലതാണ് കേട്ടോ. ഒക്കെ ചൂടൻ സവാള വട കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പം ഞങ്ങൾ കട്ടൻ ചായയും സവാള, നല്ല മുരിഞ്ഞിരിക്കുന്ന സവാള വടയാണ്, ചമ്മന്തിയും മുക്കി കഴിക്കുക. സൂപ്പറാണ് ഗൈസ്, അടിപൊളിയാണ്. ജോയൽ എന്നും ഇങ്ങനെ ഈ പലഹാരത്തിന് വേണ്ടിയിട്ട് ഓടി വരും കേട്ടോ. എന്താ കൊണ്ടുവന്നത്, മിഠായി ആണെങ്കിലും കണ്ടാൽ മതി ആൾക്ക്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ശരിക്കും ഞങ്ങളുടെ ചെറുപ്പകാലമാണ് ഓർമ്മ വരുന്നത്. കാരണം ഞങ്ങളുടെ അച്ഛനും അമ്മയും എൻ്റെ ചാച്ചായി എന്നാട്ടോ ഞാൻ വിളിക്കുന്നത് ഞങ്ങളുടെ അച്ഛനെ. കാരണം ഞങ്ങളുടെ ഇടുക്കി സൈഡിലൊക്കെ എല്ലാവരും അങ്ങനെ ചാച്ചൻ ചാച്ചായി എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാച്ചായി അമ്മയും അവർക്ക് കൂലിപ്പണിയായിരുന്നു. അപ്പോൾ അവരെല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവരുടെ കയ്യിലൊരു പൊതി കാണും. അപ്പോൾ ഞങ്ങൾ 3 മക്കളായിരുന്നു, എനിക്ക് ചേച്ചിയും ഒരാങ്ങളെയാണുള്ളത്. അപ്പോൾ ഇവർ വരുന്നോടെ വരെ ഈ പൊതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആയിരിക്കും. ഞങ്ങളെല്ലാം ജോലിയൊക്കെ ചെയ്യും, വെള്ളമൊക്കെ ദൂരേന്ന് പോയി കോരിക്കൊണ്ട് വരണമായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ അവിടെ അങ്ങനെ വെള്ളമൊന്നും ആരുടെയും വീട്ടിലങ്ങനെ ഉണ്ടായിരുന്നില്ല. ഒരു വീട്ടിൽ മാത്രമേ ഉള്ളൂ. അവിടുന്ന് അങ്ങനെ ഞങ്ങൾ അയൽവക്കത്തുള്ള പിള്ളേരെല്ലാം കൂടി ഇങ്ങനെ പോയി കോരിക്കൊണ്ട് വരും കേട്ടോ. അതെല്ലാം കൊണ്ടുവന്ന് എല്ലാം സെറ്റാക്കി പറഞ്ഞിട്ട് പോയി എല്ലാ ജോലിയും ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് ഈ പലഹാരപ്പൊതിക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗാണ്. എന്തായാലും ഒരു ദിവസം പോലും മുടങ്ങാതെ അത് കൊണ്ടുവരുവേ. ആ പൊതിക്കകത്ത് എനിക്കൊരു സ്പെഷ്യൽ ഉണ്ടാവും, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പുവട. ബാക്കി 2 പേർക്കും എന്ത് കിട്ടിയാലും ഓക്കെ, അവർക്ക് കുഴപ്പമില്ല. എനിക്ക് പക്ഷേ ഇത് ഇത്രയും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മിക്ക ദിവസവും ചാച്ചായി ആ പൊതിക്കകത്തൊരു പരിപ്പുവട കൂടി കൊണ്ടുവരുമായിരുന്നു കേട്ടോ. ശരിക്കും എന്ത് രസമല്ലേ നമ്മുടെ ചെറുപ്പകാലം. അത്രയും സുഖവും സന്തോഷമൊക്കെ ഉള്ളൊരു കാലം ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുഴിമന്തിയൊക്കെ കിട്ടുന്നവർക്കായിരുന്നു, ഞങ്ങൾക്ക് എന്നാൽ പലഹാരപ്പൊതി കിട്ടുന്നത്. അങ്ങനെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്കും ഉണ്ടായിരിക്കും ഇത്തരം നൊസ്റ്റാൾജിക് ഓർമ്മകൾ. അപ്പോൾ കമൻറ്റുകളായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, ബൈ.